തൃശ്ശൂർക്കാർ എന്നെ ഇന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, വോട്ടർമാരുടെ മനസ്സിൽ പ്രത്യേകം ചോദിക്കുന്നത് കേന്ദ്രമന്ത്രിയാകുമോ സുരേഷ് ഗോപി എന്നുള്ളതാണ്. ഞാൻ ഇതിനുള്ള ഒരു വിശദീകരണം ഇലക്ഷന് മുമ്പ്, പോളിങ്ങിന് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങി. പോളിങ്ങിൻ്റെ പിറ്റേന്നും പറഞ്ഞു, അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, 2 ലൈവിലും പറഞ്ഞു, പിന്നെ എല്ലാ ബൈറ്റുകളിലും ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ്. ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം, അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ 2 നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക്. കേന്ദ്ര ക്യാബിനറ്റ് പദവിയാണ് ഇപ്പോൾ അങ്ങേക്ക് പറയുന്നത്, പറഞ്ഞു കേൾക്കുന്നത്. എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ. എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട്, എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ്. ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം. അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ്. എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒരു വോട്ടാണ് കൂടുതൽ സുരേഷ് ഗോപിയിലേക്ക്. അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പദ്ധതികൾ സ്വാഭാവികമായി ആദ്യത്തത്, ഞാൻ എൻ്റെ ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നീക്കമുണ്ട്, പരക്കെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു നീക്കം. എങ്ങനെ വീട്ടിലെ സ്ത്രീകൾ ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഇറ്റ് സ്വർണം കൊണ്ട് ചെന്ന് വെച്ച് അവരുടെ ജീവിതം തന്നെ അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയ ഒരു എഴുത്തിൻ്റെ കാര്യം എന്നോട് ആദ്യം മുതലേ ആൾക്കാർ പറയുന്നുണ്ട്. അത് പക്ഷേ എൻ്റെ വിമർശനത്തിൽ പോലും, അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ, എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. കാരണം അതിൻ്റെ പേരിൽ ഒരു വോട്ട് എനിക്ക് വേണ്ട. പക്ഷേ ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ നാരീശക്തിക്ക് എനിക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നത് നബാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാന മാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള, വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും, അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണം. ഇലക്ഷന് മുമ്പ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുന്ന കാര്യം. അതിൻ്റെ ഒരു പ്രയോറിറ്റി നീട്ടും എന്നല്ല പറഞ്ഞ്, നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയണം. ബെഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ബെഹ്റാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ്. അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസഡർ ആക്കാൻ നോക്കിയത്. അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കാം. തൃശ്ശൂർ പൂരം എല്ലാ കാലത്തും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത്തവണ അവസാനം സുരേഷ് ഗോപി ഇടപെട്ട വിഷയമുള്ളതിനകത്ത് തൃശ്ശൂർ പൂരം നടത്തുന്നതിന് പുതിയ നറേറ്റീവ് ഉണ്ടാവും, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. എനിക്ക് ഈ കമ്മീഷണറെയും കളക്ടറെയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത്. അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും, സുഗന്ധപൂരിതമാക്കും. അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും. അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ പുറത്തു നിന്നൊരു MP ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ.